ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മന്തി കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മദ്ഹൂദ്. അപ്പോൾ മന്തി ഷോപ്പിലൊക്കെ ഇത് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. ഒരു അരമണിക്കൂർ മതി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രം വെള്ളം അടുപ്പിൽ വയ്ക്കുക, ചൂടാകാൻ വയ്ക്കുക. അതിനകത്തേക്ക് ചെറിയ ജീരകം, മല്ലി, കുരുമുളക്, ബേ ലീവ്സ്, കറുവപ്പട്ട, ഏലയ്ക്ക, ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇത്ര ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഏത് അരിയാണോ നമുക്ക് ഇതിനകത്ത് ഇടാൻ താല്പര്യം, ബസ്മതിയോ ജീരകശാലോ, അങ്ങനെ ബസ്മതിയാണ് കുറച്ചും കൂടെ നീളത്തിലുള്ള സെല്ല റൈസൊക്കെയാണ് ഇതിന് നല്ലത്. അത് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കണം. അതിൽ നിങ്ങൾക്ക് പറ്റിച്ചെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് പറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ മാരിനേഷനിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടത് ക്യാപ്സിക്കം കുഞ്ഞ് കഷ്ണം, ഒരു ഹാഫ് ക്യാപ്സിക്കം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചിക്കനകത്തേക്ക് ഇടുക. പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, പിന്നെ മാഗി ക്യൂബില്ലേ, അതൊരു 2-3 എണ്ണം. ഇതിന് ഉപ്പ് നമ്മളിപ്പോൾ മാഗി ക്യൂബ് ചേർക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇടാൻ. ഉപ്പ് മാഗി ക്യൂബിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇത് ഇടുക. പിന്നെ കുറച്ച് കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കരുത്, സൺഫ്ലവർ ഓയിലോ മറ്റെന്തെങ്കിലും ഓയിൽസ് അതും കൂടെ ചേർക്കുക. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ കഷ്ണം ബട്ടറെ. പിന്നെ ഒരു ഫുള്ളായിട്ടുള്ള 2-3 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്. പിന്നെ മന്തി സ്പൈസ് എന്ന് പറഞ്ഞിട്ടൊരു സ്പൈസസ് കിട്ടും. ഇല്ല നമുക്ക് നാട്ടിലാണെങ്കിൽ മദ്ഹൂദ് മസാല എന്ന് പറഞ്ഞിട്ടുള്ള മസാല കിട്ടും, അത് യൂസ് ചെയ്യാം. പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുക്കറിൽ ഒറ്റ വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചിക്കൻ ഒന്നെടുത്ത് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അതിനകത്തെ ഹാഫ് പോർഷൻ ഞാനൊരു ഗ്ലാസ്സിനകത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഹാഫ് പോർഷൻ കുക്കറിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചോറ് നമ്മൾ ഹാഫ് വേവായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ ചോറ് വെന്തോന്ന് ചോദിച്ചാൽ വെന്തു, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, വെന്തിട്ടില്ല. അങ്ങനെ ഒരു പരുവത്തിൽ നമ്മൾ ചോറെടുത്തു. ഇനി നമ്മൾ കുക്കറിനകത്തേക്ക് ആ റൈസ് ഇട്ടിട്ട് നമ്മൾ ആ ഗ്ലാസ്സിനകത്ത് ബാക്കി എടുത്ത് വെച്ചില്ലേ, ആ ലിക്വിഡ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ ചിക്കനും അതിൻ്റെ മുകളിലേക്ക് വെക്കുക. പിന്നെ എല്ലാവരും ഇങ്ങനെ പച്ചമുളക് അതിൻ്റെ മണ്ടയിൽ കുത്തി വയ്ക്കുന്നതാണ്. എന്തിനാണെന്ന് അറിയത്തില്ല, എന്തായാലും എൻ്റെ പച്ചമുളക് ഉള്ളതുകൊണ്ട് ഞാനും അതിൻ്റെ മണ്ടയിൽ കുത്തി വെച്ചു. പച്ചമുളക് കുത്തി വയ്ക്കുക. ഒരു വിസിൽ സ്ലോ ആയിട്ട് സിമ്മറിട്ടിട്ട് ഒരു വിസിലടിക്കുക. അടിക്ക് പിടിക്കാവുന്ന മണം വരുവാണെങ്കിൽ അപ്പം തന്നെ ഓഫ് ചെയ്തേക്കണം. അതല്ലെങ്കിൽ ഒരു വിസിലടിക്കുക. സംഭവം എയർ ഫുള്ള് പോകുന്നവരെ അവിടെ തന്നെ ഇരുന്നോട്ടെ. അവിടെ തന്നെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഈ സാധനം റെഡിയാവും. ഇത് പയ്യെ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു കളറിങ്ങി വരും. എന്നിട്ട് അതങ്ങ് കഴിക്കുക. ഞാനപ്പോൾ മയോണൈസും ചട്നിയും സാലഡും ഒക്കെ കൂട്ടിയാണ് ഇത് കഴിക്കുന്നത്. ഇതെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. കിടിലൻ ടേസ്റ്റാണ്. മന്തി കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.